ലോകം നേരിടുന്ന 3 മഹാവിപത്തുകളാണ് മയക്കുമരുന്നും മദ്യവും തീവ്രവാദവും. ഈ പട്ടികയിൽ 3-ാം സ്ഥാനത്തുള്ള തീവ്രവാദത്തിന് രാഷ്ട്രീയമോ സാമൂഹികവുമായ പരിഹാരം എന്നെങ്കിലും ഉണ്ടാകുമെന്ന് കരുതാം. എന്നാൽ മറ്റു 2 വിപത്തുകളുടെയും കാര്യത്തിൽ ലോകത്തിന് ശുഭപ്രതീക്ഷയില്ല, പ്രത്യേകിച്ച് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ. മയക്കുമരുന്നുകളുടെ നീർച്ചുഴിയിൽ ഒരിക്കലകപ്പെട്ടാൽ പിന്നെ പുറത്തു കടക്കുക എളുപ്പമല്ല. ഒരളവോളം അസാധ്യവുമാണ്. കാരണം മയക്കുമരുന്നുകൾക്ക് നീരാളിക്കൈകളുണ്ട്. ആഹ്ലാദത്തിന്റെ പുതിയ കൊടുമുടികൾ തേടുന്ന മനസ്സാണ് മനുഷ്യൻ്റേത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക്. ജീവിതത്തിൽ തോൽവികളോ നിരാശയോ ഒക്കെ അനുഭവിക്കുമ്പോൾ ആശ്വാസം നേടാനോ അതല്ലെങ്കിൽ വെറുമൊരു രസത്തിനോ വേണ്ടി അവർ ഇത്തരം വഴികൾ തേടുന്നു. അവിടെയാണ് മയക്കുമരുന്നുകൾ കൈനീട്ടിയിരിക്കുന്നത്. വഴി തെറ്റിയവന് ആ കൈകൾ വഴികാട്ടിയാണെന്ന് തോന്നും. ആശ്വസിപ്പിക്കുമെന്നും ആഹ്ലാദത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുമെന്നും തോന്നും. പക്ഷേ ആ കൈകൾ നീരാളി കൈകളാണെന്ന് വൈകാതെ മനസ്സിലാകും. പിടിച്ചുയർത്തുകയല്ല, വട്ടം കറക്കി വലിച്ചു താഴ്ത്തുകയാണ് അവയുടെ ലക്ഷ്യം. പിന്നെ ആജീവനാന്തം അടിമയായി ഇഞ്ചിഞ്ചായി മരിക്കാം. മയക്കുമരുന്നിന്റെ വാരിക്കുഴിയിൽ വീഴാതെ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടത് യുവാക്കളെയും കുട്ടികളെയുമാണ്. മയക്കുമരുന്നിന് അടിപ്പെട്ട തലമുറയ്ക്ക് മുന്നിൽ മനുഷ്യരാശി ഇന്നോളം നടത്തിയ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാണ്. അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം മയക്കുമരുന്നിനെ പല്ലും നഖവും ഉപയോഗിച്ച് നേരിടുന്നു. എന്നിട്ടും നിയമങ്ങളുടെ എല്ലാം കണ്ണുവെട്ടിച്ച് അവ മനുഷ്യരെ വേട്ടയാടാൻ ഇറങ്ങുന്നു, പ്രത്യേകിച്ചും യുവാക്കളെ. വിശ്വപ്രസിദ്ധമായ ഒരു നാടോടി കഥയുണ്ട്, പൈറ്റ് പൈപ്പർ ഓഫ് ഹാമലിൻ. എലികളെ കൊണ്ട് പൊറുതിമുട്ടിയ ഹാമലിൻ പട്ടണത്തിൽ വിചിത്ര വേഷം ധരിച്ച ഒരു കുഴൽവിളിക്കാരനെത്തി. എലികളെ പാടെ നശിപ്പിക്കുന്ന കാര്യം അയാളേറ്റു. അയാൾ കുഴലൂതി. അത് കേട്ട് എലികൾ അയാളുടെ പിന്നാലെ ചെന്നു. അയാൾ എലികളെ കൂട്ടത്തോടെ ഒരു പുഴയിലേക്ക് നയിച്ചു മുക്കിക്കൊന്നു. എലികളെ കൊന്നതിന് പ്രതിഫലം നൽകാൻ ഹാമലിൻകാർ മടിച്ചു. പ്രതികാരദാഹിയായ അയാൾ വീണ്ടും കുഴൽ വിളിച്ചു. ഇക്കുറി വീടുകളിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയോടിയത് കുട്ടികളാണ്. അവർ അയാൾക്ക് പിന്നാലെ എങ്ങോട്ടോ പോയി, ഒരിക്കലും തിരിച്ചു വരാം. കഥയിലെ പൈറ്റ് പൈപ്പറെ പോലെയാണ് മയക്കുമരുന്നുകൾ. യുവാക്കളെയും കുട്ടികളെയും അത് വ്യാമോഹിപ്പിച്ച് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പണ്ട് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗംഗയുടെ തീരത്ത് ഒരു മുനി തപസ് ചെയ്യുകയായിരുന്നു. മുനിയുടെ കുടിലിൽ ഒരു ചുണ്ടലിയും കൂട്ടിനുണ്ടായിരുന്നു. അടുത്ത കാട്ടിൽ നിന്നും വന്ന ഒരു പൂച്ച ചുണ്ടലിയെ നിരന്തരം പേടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ചുണ്ടലി മുനിയോട് പറഞ്ഞു, അങ്ങനെ ഒരു പൂച്ചയാക്കുക. ചുണ്ടലിയെ മുനി ഒരു പൂച്ചയാക്കി മാറ്റി. അപ്പോഴും പ്രശ്നം തീർന്നില്ല. ഒരു പട്ടി പൂച്ചയെ ആക്രമിക്കാൻ തുടങ്ങി. ചുണ്ടലിയുടെ അപേക്ഷ പ്രകാരം മുനി പൂച്ചയെ പട്ടിയാക്കി. സംഭവം അവിടെയും അവസാനിച്ചില്ല. പട്ടിയായി രൂപം മാറ്റിയ ചുണ്ടലിയെ പിന്നെ കരടി, കടുവ, ആന, സിംഹം എന്നിങ്ങനെ പല വട്ടം മാറ്റിയിട്ടും രക്ഷ കിട്ടിയില്ല. ഒടുവിൽ മുനി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയാക്കി ചുണ്ടലിയെ മാറ്റി. കാട്ടിലെത്തിയ ഒരു രാജകുമാരൻ ആ സുന്ദരിയെ ഇഷ്ടപ്പെട്ടു. ഒടുവിൽ വിവാഹം കഴിച്ചു. പക്ഷേ വൈകാതെ ഒരു അപകടമുണ്ടായി. ആ സുന്ദരി കാലു തെറ്റി ഒരു പൊട്ടക്കിണറ്റിൽ വീണു മരിച്ചു. ദുഃഖിതനായ രാജാവ് ആശ്വാസത്തിനായി മുനിയുടെ അടുക്കലെത്തി. മുനി രാജാവിനെ ആശ്വസിപ്പിച്ചു. മരണത്തെ ആർക്കും തടുക്കാനാവില്ലെന്ന്. മൃതശരീരം മുന്നിൽ വെച്ച് മുനി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് സുന്ദരിയുടെ മൃതദേഹം ഒരു കുറ്റിച്ചെടിയായി മാറി. മുനി പറഞ്ഞു തുടങ്ങി, ഇതിൻ്റെ വിത്ത് കറുപ്പ് എന്ന അവസ്ഥയുണ്ടായി. മനുഷ്യർ അത് ആർത്തിയോടെ തിന്നും. അത് തിന്നുന്നവരൊക്കെ ഇവയുടെ പഴയ അവസ്ഥകളായിരുന്ന ചുണ്ടലി, പൂച്ച, പട്ടി, കുരങ്ങ്, ആന, സിംഹം എന്നിവയുടെ ഒക്കെ സ്വഭാവം പുറത്ത് കാണിക്കും. കറുപ്പുണ്ടായതിനെക്കുറിച്ചുള്ള ഒരു കഥയാണിത്. കറുപ്പ് തിന്ന് ചുണ്ടലിയെ പോലെ ശല്യക്കാരും, പൂച്ചയെ പോലെ അക്രമികളും, പട്ടികളെ പോലെ കലപില കൂട്ടുന്നവരും, കുരങ്ങനെ പോലെ വൃത്തിയില്ലാത്തവരുമായി നശിച്ചുപോയ ഒട്ടേറെ മനുഷ്യരുണ്ട്. ലോകഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെട്ട അതിപ്രശസ്തമായ ഇംഗ്ലീഷ് നോവലാണ് ഡോക്ടർ ജെക്കിലും മിസ്റ്റർ ഹൈഡും. മയക്കുമരുന്നിൻ്റെ ദൂഷ്യങ്ങളെ ഈ നോവൽ ഭംഗിയായി അവതരിപ്പിക്കുന്നു. സ്കോട്ട്ലൻഡുകാരനായ റോബർട്ട് ലൂയി സ്റ്റീവ്സൺ കടുത്ത ക്ഷയരോഗിയായിരുന്നു. 1885 കൊക്കെയിൻ ചികിത്സയ്ക്കായി അദ്ദേഹം ഒരു ആശുപത്രിയിലെത്തി. അസഹനീയമായ വേദനയ്ക്കിടയിലും അവിടെ വെച്ച് 3 ദിവസം കൊണ്ട് എഴുതി തീർത്ത കൃതിയാണ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. മനുഷ്യസ്നേഹിയും ദയാലുവുമായ ഡോക്ടർ ജെക്കിൽ മയക്കുമരുന്നിൻ്റെ വിചിത്രമായ ഒരു ഔഷധക്കൂട്ട് കണ്ടുപിടിക്കുന്നു. അത് കഴിക്കുന്നതോടെ ഡോക്ടർ ക്രൂരനും വിരൂപനുമായ മറ്റൊരാളായി മാറുന്നു. പഴയ രൂപത്തിൽ തിരിച്ചെത്താനുള്ള മരുന്ന് ഡോക്ടർ കണ്ടെത്തുന്നു. പിന്നെ 2 വ്യക്തികളായി മാറി മാറി സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ നോവൽ. മിസ്റ്റർ ഹൈഡായി മാറുന്ന ഡോക്ടർ ക്രൂരമായ ഒരു കൊലപാതകം നടത്തുന്നു. അപ്പോൾ പഴയ രൂപത്തിലെത്താനുള്ള മയക്കുമരുന്നിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു. തുടർന്ന് സംഭവിക്കുന്ന മഹാദുരന്തങ്ങളും ഒക്കെയാണ് കഥയിൽ. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലൂടെ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന വിനാശങ്ങളും ചിത്രീകരിക്കുകയാണ് റോബർട്ട് ലൂയി സ്റ്റീവ്സൺ ഈ മഹത്തായ നോവലിലൂടെ. കറുപ്പ് യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ചരിത്രത്തിലെ പ്രസിദ്ധമായ യുദ്ധങ്ങളിൽ ഒന്നാണ് കറുപ്പ് യുദ്ധം. ചൈന കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചതിനെ തുടർന്നായിരുന്നു ഇത് നടന്നത്. ബ്രിട്ടനും ചൈനയും തമ്മിൽ 1839 മുതൽ 1841 വരെയാണ് കറുപ്പ് യുദ്ധം നടത്തിയത്. ചൈനക്കാർ ഈ ദുശീലത്തിന് അടിമകളാവുകയും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ 1729 ചൈന കറുപ്പിന്റെ കച്ചവടം നിരോധിച്ചു. ബ്രിട്ടീഷുകാർ ഈ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറായില്ല.
ചൈനയിൽ തങ്ങൾക്ക് കച്ചവട അവകാശമുണ്ടെന്നായിരുന്നു അവരുടെ വാദം. അവർ ധാരാളം കറുപ്പ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉപരോധനം തുടർന്നപ്പോൾ 1839 ബ്രിട്ടീഷുകാർ ഹോക്കിങ്ങിലേക്ക് പിൻവാങ്ങിക്കൊണ്ട് ചൈനയ്ക്കെതിരെ യുദ്ധം തുടങ്ങി. കറുപ്പ് കച്ചവടത്തിനു വേണ്ടിയായിരുന്നു യുദ്ധമെങ്കിലും ബ്രിട്ടൻ അത് പുറത്തു പറഞ്ഞില്ല. ചൈനീസ് സർക്കാരിന്റെ നികുതി വർധനവും ഇറക്കുമതി നിയമത്തിനും എതിരായാണ് യുദ്ധം എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും യുദ്ധത്തിനൊടുവിൽ ചൈനയ്ക്ക് ബ്രിട്ടനുമായി സന്ധി ചെയ്യേണ്ടി വന്നു. ചരിത്രത്തിൽ മറ്റൊരു കറുപ്പ് യുദ്ധം നടന്നിട്ടുണ്ട്. 1856 മുതൽ 58 വരെ നീണ്ടുനിന്ന രണ്ടാം കറുപ്പ് യുദ്ധം. ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് അന്ന് പീക്കിംഗ് ആക്രമിക്കുകയും കൊട്ടാരം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. മയക്കുമരുന്നുകളുടെ ലോകത്തെക്കുറിച്ച് നോക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി മയക്കുമരുന്നുകളെ 4 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. വേദന സംഹാരികൾ, ഉത്തേജനങ്ങൾ, ബുദ്ധിഭ്രമമുണ്ടാക്കുന്നവ, മയക്കമുണ്ടാക്കുന്നവ എന്നിങ്ങനെയാണ് 4 വിഭാഗങ്ങൾ. ഇന്ന് അറിയപ്പെട്ടവരിൽ ഒട്ടുമിക്ക മയക്കുമരുന്നുകളും ഉപയോഗം കൊണ്ട് വേദന സംഹാരികളാണ്. വേദന സംഹാരികളിൽ ഏറ്റവും പ്രധാനം കറുപ്പും അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളും തന്നെ. തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും തളർത്തി അവയുടെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് വേദന അറിയാതാക്കുന്നവയാണ് ഈ കൂട്ടത്തിൽപ്പെടുന്ന മയക്കുമരുന്നുകളെല്ലാം. ഇവ ഉപയോഗിച്ചു തുടങ്ങുന്ന മനുഷ്യൻ ഇത്തരം മയക്കുമരുന്നുകൾക്ക് അടിമയായിത്തീരുന്നു. പിന്നെ ഇവ കഴിക്കാതിരുന്നാൽ രോഗങ്ങളും അസ്വസ്ഥതയും തുടങ്ങുകയായി. തലച്ചോറിനെയും നാഡികളെയും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന മയക്കുമരുന്നുകളാണ് ഉത്തേജനങ്ങളുടെ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവ കഴിച്ചാൽ ശരീരത്തിന്റെ ശക്തി പെട്ടെന്ന് വർദ്ധിച്ചതായി തോന്നും. ക്ഷീണം മാറി നല്ല ഊർജ്ജസ്വലത ഉണ്ടായതായും കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കൈവന്നതായും തോന്നും. എന്നാൽ ഇത് വെറും തോന്നലാണ്. ഈ മരുന്നുകൾ ശരീരത്തിൽ ഊർജ്ജ വ്യത്യാസമോ പ്രവർത്തനശേഷിയോ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. ശക്തി വർദ്ധിച്ചെന്ന് തോന്നൽ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഉത്തേജന മരുന്നിന്റെ ശക്തി ഇല്ലാതാകുന്നതോടെ കൂടുതൽ ക്ഷീണവും തളർച്ചയും ആത്മവിശ്വാസമില്ലായ്മയും ഉണ്ടാകുന്നു. അതീവ അപകടകരമായ ഒരവസ്ഥയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഉത്തേജനങ്ങൾ ഉപയോഗിക്കുന്നവർ ഒടുവിൽ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ച് രോഗത്തിലും മരണത്തിലും ചെന്നെത്തുന്നു. ആംഫിറ്റാമിൻ, കൊക്കെയിൻ, ഫിനാമഡ്രാസിൻ, മിഥൈൽ ഫിനിറ്റേക്ക്, കഫിൻ ഇവയാണ് പ്രധാന ഉത്തേജനങ്ങൾ. കായിക താരങ്ങളും മറ്റും വിജയത്തിനായി ഉത്തേജന മരുന്നുകൾ ഉപയോഗിക്കുകയും ഒടുവിൽ പിടിപെട്ട് പുറത്താക്കുകയും ചെയ്യാറുണ്ട്. ബുദ്ധിയെ തളർത്തുന്ന മയക്കുമരുന്നുകൾ. മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. അതീവ വിചിത്രവും ഭീകരവുമായ അനുഭവങ്ങളാണ് ഇത് കഴിക്കുന്നവർക്കുണ്ടാകുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നുകൾ എല്ലാം വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. മയക്കുമരുന്നുകൾ ഉള്ളിലെത്തുന്നതോടെ ബോധം നശിച്ച് ഏതാണ്ട് മയക്കത്തിലാവും. ഒപ്പം തന്നെ ഭ്രാന്ത് പിടിപ്പിച്ച അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. വിചിത്രമായ ഒരു ലോകത്തിലെത്തിയതുപോലെയാണ് പിന്നെയുള്ള തോന്നൽ. സുബോധമില്ലാതെ ഉറക്കത്തിന്റെ അവസ്ഥയായിരിക്കും അപ്പോൾ. ലഹരി ഇറങ്ങുന്നതോടെ കുഴപ്പങ്ങൾ ആരംഭിക്കുകയായി. തളർച്ചയാണ് പ്രധാനം. ഈ തളർന്നു കിടപ്പ് മണിക്കൂറുകളോളം നീളും. ഒന്നും ശ്രദ്ധിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. ഇതൊക്കെ മാറാനായി വീണ്ടും മയക്കുമരുന്നിനെ തന്നെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു. ഓരോ തവണയും ലഹരി കിട്ടാൻ കൂടുതൽ അളവ് കഴിക്കേണ്ടി വരുന്നു. ഇവ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ വിട്ടുമാറാത്ത രോഗങ്ങൾക്കടിമപ്പെട്ട് ഇഞ്ചിഞ്ചായി മരണത്തിലെത്തും. മരിജുവാന, LSD, SDP, മെസ്കാലിൻ, TMD, DED, സൈലോസിബിൻ, സ്മാഷ്, LBJ, THC, മോർണിംഗ് ഗ്ലോറി, ബൾഡോണ, മിത്ഡോണ, ജൂഫോദിനിൽ, ഇബോഗ്രാമിൻ എന്നിവയാണ് ബുദ്ധിഭ്രമമുണ്ടാക്കുന്ന മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്. മയക്കം തരുന്ന മയക്കുമരുന്നുകൾ. നേരിട്ട് തലച്ചോറിൽ പ്രവർത്തനം നടത്തുന്ന മയക്കുമരുന്നുകളാണ് ഈ കൂട്ടത്തിൽപ്പെടുന്നവ. ചിന്ത, ഭയം, ഉത്കണ്ഠ, സന്തോഷം, സംശയം, ദുഃഖം എന്നിവ അനുഭവപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളെ തളർത്തുകയാണ് ഇവ ചെയ്യുന്നത്. എന്നിട്ട് കൃത്യമായ സന്തോഷം നൽകി മയക്കത്തിലേക്ക് നയിക്കുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ചിന്തകൾ ഇല്ലാതാവാൻ തുടങ്ങും. പിന്നെ സ്വയം മറക്കുകയും ഉറങ്ങുകയും ചെയ്യും. കഴിക്കുന്നവരെ അടിമകളാക്കുന്നതിൽ മുൻപന്മാരാണ് ഈ ഭീകരന്മാർ. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചനം എളുപ്പമല്ല. തലച്ചോറിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതിനാൽ മനോരോഗവും പ്രധാന ഗ്രന്ഥികളുടെ നാശവും ഒടുവിൽ മരണവുമാണ് ഫലം. ഇത്തനോൾ, ബാർബിട്രേറ്റുകൾ, നോൺ ബാർബിട്രേറ്റുകൾ, ബൽസോഡി, യാസിപ്പിയൻസ് തുടങ്ങിയ അനേകം മയക്കുമരുന്നുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്നോളം മനുഷ്യൻ കണ്ടുപിടിച്ച മയക്കുമരുന്നുകളിൽ ഏറ്റവും ശക്തൻ ആരാണെന്നോ? ഓപ്പിയം എന്ന കറുപ്പ്. കറുപ്പിനെ മയക്കുമരുന്നിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നു. വിഷപ്പാമ്പുകളിൽ രാജവെമ്പാലയെ പോലെ. നമ്മുടെ കാബേജിൻ്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഓപ്പിയം. പോപ്പി എന്ന വിഷച്ചെടി. വൈറ്റ് പോപ്പി എന്നും അറിയപ്പെടുന്നു. ഈ ചെടിയുടെ ശാസ്ത്രനാമം പാപ്പവർ സോംനിഫെറം എന്നാണ്. മയക്കുമരുന്നുകളായ മോർഫിനും ഹെറോയിനും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ചെടിയുടെ വിത്തിൽ നിന്നാണ്. ചെടി നട്ട് 80 ദിവസത്തോളമാകുമ്പോൾ പൂക്കാൻ തുടങ്ങും. പൂത്ത് 2-3 ദിവസത്തിനുള്ളിൽ അവയുടെ ഇതളുകൾ കൊഴിയും.
കായ് മൂപ്പെത്താൻ 10-15 ദിവസമെടുക്കും. കായുടെ പുറംതൊലിയിൽ മുറിവുണ്ടാക്കി കറയെടുക്കുന്നു. ഈ കറയാണ് കറുപ്പ്. കറുപ്പ് കൃഷി വളരെയേറെ വൈദഗ്ധ്യം വേണ്ട ജോലിയാണ്. പ്രത്യേകിച്ച് കറുപ്പ് വേർതിരിച്ചെടുക്കൽ. ഗ്രീക്ക് ഭാഷയിൽ ഓപ്പിയം എന്ന വാക്കിന്റെ അർത്ഥം പഴച്ചാറ് എന്നാണ്. കറുപ്പിന് കറുപ്പ് കലർന്ന തവിട്ട് നിറമാണുള്ളത്. കുഴമ്പ് രൂപത്തിൽ വേർതിരിച്ചെടുക്കുന്ന ഇവയ്ക്ക് അസാധാരണമായ ഗന്ധമാണുള്ളത്. കുറഞ്ഞ അളവിൽ അകത്തു ചെന്നാൽ ഉത്തേജനം ഇതുണ്ടാക്കുന്നു. അളവ് കൂടിയാൽ ഉറക്കം തൂങ്ങും. 2 ഗ്രാമിൽ കൂടിയാൽ മരണം തന്നെ ഫലം. കഴിച്ചു തുടങ്ങിയാൽ മനുഷ്യൻ അതിന് അടിമയാകും. പിന്നെ അതില്ലാതെ ജീവിക്കാനാവില്ല. തിന്നു തുടങ്ങിയാൽ പിന്നെ തിന്നവനെയും കൊണ്ടേ പോകും. അതാണ് എല്ലാ മയക്കുമരുന്നുകളുടെയും പോലെ കറുപ്പിൻ്റെയും സ്വഭാവം. ലഹരിക്കും വേദന സംഹാരിക്കും കറുപ്പ് ഉപയോഗിച്ചിരുന്നു. 1000 വർഷം പഴക്കമുള്ള സുമേറിയയിലെ കളിമൺ ഫലകങ്ങളിൽ ഓപ്പിയം കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. പണ്ട് ഈജിപ്തിലും റോമിലുമൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ പട്ടാളക്കാരുടെ വീര്യം കൂട്ടാനായി അവർക്ക് കറുപ്പ് തിന്നാൻ കൊടുത്തിരുന്നു. മരണഭയമില്ലാതെ യുദ്ധം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്. ഒരു കാലത്ത് കറുപ്പ് ഔഷധമായി ഉപയോഗിച്ചിരുന്നു. ആധുനിക ചികിത്സാശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റസും മറ്റും ഓപ്പിയത്തെ മരുന്നായി രോഗികൾക്ക് നൽകിയിരുന്നത്രേ. നമ്മുടെ ആയുർവേദത്തിലും കറുപ്പ് കലർത്തിയ പല ഔഷധക്കൂട്ടുകളെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. കറുപ്പിന്റെ അമിതമായ ഉപയോഗം തടയാൻ ലോകരാഷ്ട്രങ്ങൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ രാജ്യങ്ങൾ തമ്മിൽ പൊതുവായ ചില ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി 1913 1914 ഹേഗിൽ വച്ച് അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി. കറുപ്പ് സമ്മേളനങ്ങൾ എന്നായിരുന്നു ആ സമ്മേളനങ്ങളെ വിളിച്ചിരുന്നത്. ഓപ്പിയം ഡെൻ എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് ചൈനയിൽ കറുപ്പ് തിന്നുന്നവർക്കായി പ്രത്യേകം കറുപ്പ് ശാലകൾ ഉണ്ടായിരുന്നു. ഓപ്പിയം ഡെൻ എന്നായിരുന്നു അവയുടെ പേര്. വേണ്ടവർക്ക് അവിടെ ചെന്നിരുന്ന് കറുപ്പ് തിന്നാം. ചൈനയിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം ഓപ്പിയം ഡെന്നുകൾ പ്രവർത്തിച്ചിരുന്നു. ഓപ്പിയം ഡെന്നുകളിൽ ആളുകൾ കൂട്ടമായി ചെന്ന് ആഘോഷത്തോടെ കറുപ്പ് തിന്നുകയും പുകവലിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രത്യേകം രീതിയും ഉണ്ടായിരുന്നു. നിലത്ത് കിടന്നായിരുന്നു കറുപ്പ് തീറ്റ. പുകവലിക്കാനായി കറുപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിന് പ്രത്യേകം വിദ്യ ഉണ്ടായിരുന്നു. ആദ്യം പ്രത്യേകം തയ്യാറാക്കിയ ചെപ്പുകുടത്തിൽ വെള്ളം നിറച്ച് അതിൽ കറുപ്പ് ഇട്ട് തിളപ്പിക്കുന്നു. പിന്നെ തുണികളിൽ അരിച്ച് വൃത്തിയാക്കുന്നു. ഈ തിളപ്പിക്കലും ശുദ്ധിയാക്കലും അനേകം തവണ ആവർത്തിക്കുന്നു. ഒടുവിൽ തിളപ്പിച്ച വെള്ളം മുഴുവൻ വറ്റിക്കുമ്പോൾ ചെറുകുടത്തിനടിയിൽ അവശേഷിക്കുന്ന കറുത്ത കുഴമ്പാണ് കുഴലിലൂടെ വലിക്കാൻ ഉപയോഗിക്കുന്നത്. 1853 ഫ്രഞ്ചുകാരനായ ചാൾസ് ഗബ്രിയൽ പ്രവാസ് ആണ് ദൂരമുള്ള സൂചി ഉപയോഗിച്ചുള്ള കുത്തിവയ്പ് വിദ്യ കണ്ടുപിടിച്ചത്. അതോടെ കുത്തിവയ്ക്കാനുള്ള സിറിഞ്ചും സൂചിയും രംഗത്ത് വന്നു. 1855 അലക്സാണ്ടർ വുഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ ഈ സിറിഞ്ച് വഴി കറുപ്പ് ശരീരത്തിൽ കുത്തിവയ്ക്കാമെന്ന് കണ്ടുപിടിച്ചു. സ്വന്തം കണ്ടുപിടുത്തത്തിന്റെ ഫലം അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. അലക്സാണ്ടർ വുഡ്സിന്റെ ഭാര്യ കറുപ്പ് കുത്തിവയ്പ്പിന്റെ അടിമയായി മാറി. കറുപ്പ് കുത്തിവച്ചും പുകവലിച്ചും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒട്ടേറെ മനുഷ്യർ നാശത്തിന്റെ പടുകുഴിയിൽ ചെന്നു വീണു. കറുപ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഏറ്റവും വീര്യം കൂടിയ മയക്കുമരുന്നാണ് മോർഫിൻ. സ്വപ്നത്തിന്റെ ഗ്രീക്ക് ദേവതയായ മോർഫിയൂസിന്റെ പേരിൽ നിന്നാണ് മോർഫിൻ എന്ന വാക്കുണ്ടായത്. ശക്തി കൂടിയ വേദന സംഹാരിയാണ് മോർഫിൻ. 200 മില്ലിഗ്രാം മോർഫിൻ അകത്തു ചെന്നാൽ മരണം തന്നെ ഫലം. 1865 ജർമ്മൻ ഗവേഷകനായ വിൽഹിം സെറ്റിനർ കറുപ്പിൽ നിന്നും മോർഫിൻ ആദ്യമായി വേർതിരിച്ചെടുത്തു. തുടക്കത്തിൽ എലികളെ കൊല്ലാനാണ് ഉപയോഗിച്ചിരുന്നത്. ഗവേഷണത്തിനിടയിൽ നിത്യരോഗിയായി മാറിയ സെറ്റിനർ താൻ വേർതിരിച്ചെടുത്ത മോർഫിൻ വേദന സംഹാരിയായി സ്വയം ഉപയോഗിച്ചു തുടങ്ങി. മോർഫിൻ വേർതിരിച്ചെടുത്തതോടെ കുത്തിവയ്പ് എളുപ്പമായി. പെട്ടെന്ന് അടിമത്തം ഉണ്ടാകുന്ന ഇവയിൽ നിന്നും മോചനം നേടുക അസാധ്യമാണ്. മോർഫിൻ ഉപയോഗിച്ച് ശീലിച്ചവർ അത് അകത്തു ചെന്നാൽ മാത്രമേ ശാന്തതയുണ്ടാകൂ. ഭീതി, ആകാംക്ഷ എന്നിവയൊക്കെ വർദ്ധിക്കുന്നതായും കാണുന്നു. ക്രമേണ ശ്വാസതടസ്സത്തിന് ഇടയാകുന്നു. മോർഫിൻ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ വേണ്ടി കൊലപാതകം വരെ എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥയിലെത്തുന്നു. മോർഫിൻ ഉപയോഗിക്കുന്നവർ വളരെ വേഗത്തിൽ ശരീരത്തിന്റെ ശക്തി മുഴുവൻ ക്ഷയിച്ച് ഒടുവിൽ മരണത്തിലേക്ക് എത്തിച്ചേരുന്നു.